മലയാളികൾക്ക് ഏറെ അഭിമാനമാണ് വിഴിഞ്ഞം പോർട്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വികസന സാധ്യതയുള്ള തുറമുഖമാണ് വിഴിഞ്ഞം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം 4 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പം, 22 നില കെട്ടിടത്തിൻ്റെ ഉയരം, MSC അറീന ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ഒന്ന് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ വിഴിഞ്ഞത്ത് സ്വീകരിച്ചത്. ആ സന്തോഷം കണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു ദുരന്തത്തിനും നാമെല്ലാം സാക്ഷിയായി. ഒരു കപ്പലപകടം നടന്ന് 2 ആഴ്ച പിന്നിടുമ്പോൾ വീണ്ടും ഒരു കപ്പലപകടം നടന്നിരിക്കുകയാണ് കേരള തീരത്ത്. കേരള തീരത്തോട് അടുത്ത് അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ ദുരന്തങ്ങളിൽ ദുരൂഹതയേറുകയാണ്. മെയ് 25-ന് കൊച്ചി തീരത്തിനടുത്ത് MSC കമ്പനിയുടെ എൽസ കപ്പൽ മുങ്ങിയതിന് പിന്നാലെയാണ് ഇന്ന് കൊളംബിയയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻഹായ് 503 എന്ന സിംഗപ്പൂർ കപ്പലിന് കണ്ണൂർ അഴീക്കൽ തീരത്ത് നിന്ന് 120 കിലോമീറ്റർ അകലെ കടലിൽ തീപിടിച്ചത്. അപകടകരമായ രാസവസ്തുക്കളാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം. അടിക്കടി കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നതോടെ കപ്പലുകളുടെ ശവപ്പറമ്പായി കേരള തീരത്തിനടുത്തെ കപ്പൽച്ചാൽ മാറിയിരിക്കുകയാണ്. ഇൻഷുറൻസ് തുക തട്ടാനും ഈ മാലിന്യങ്ങൾ നശിപ്പിക്കാനുമായി മനഃപൂർവ്വം കപ്പലുകൾ അപകടത്തിൽപ്പെടുത്തുന്നതാണോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. ഇത്തരമൊരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ 500 കോടി രൂപയെങ്കിലും ചിലവ് വരും. കത്തിയ കപ്പലിന് 25 വർഷത്തിലേറെ പഴക്കമുണ്ട്. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിന് 28 വർഷം പഴക്കമുണ്ടായിരുന്നു. കാലാവധി കഴിഞ്ഞ് 3 വർഷം പിന്നിട്ട ഒരു കപ്പലായിരുന്നു എൽസ. ജപ്പാനിൽ 15 വർഷമാണ് ഒരു കപ്പലിൻ്റെ കാലാവധി. ഈ കപ്പൽ ഡ്രൈ ഡോക്ക് ചെയ്യാനും അടുത്ത ആഴ്ച മുതൽ പുതിയ കപ്പൽ കൊണ്ടുവരാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരുന്നതുമാണ്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത്. കപ്പലിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ കമ്പനിക്ക് നല്ലൊരു തുക ലഭിക്കും. എൽസ കപ്പൽ പൊക്കിയെടുക്കുകയെന്നത് ദുഷ്കരമായതിനാൽ ആ ദൗത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത. കണ്ണൂർ തീരത്തെത്തിയ കപ്പലും പഴയതാണ്. 2024-ലുണ്ടായ കപ്പൽ അപകടങ്ങളിൽ 42% പഴയ കപ്പലുകൾക്കാണെന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2018-ൽ ഇത്തരം കപ്പലുകളുടെ അപകട നിരക്ക് വെറും 10% മാത്രമായിരുന്നു. പഴയ കപ്പലുകളിൽ ചരക്ക് കൊണ്ടുപോകുന്നതിന് കർശന മാർഗനിർദ്ദേശങ്ങളാണ് മാരിടൈം ഓർഗനൈസേഷനും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയിരുന്നത്. അതിനാൽ പഴഞ്ചൻ കപ്പലുകൾ അടുത്തടുത്തുള്ള തുറമുഖങ്ങളിലേക്ക് കാർഗോ എത്തിക്കുന്ന ഫീഡർ കപ്പലുകളായാണ് ഉപയോഗിക്കുന്നത്. കാർഗോ കടത്തും കാർഗോ നീക്കത്തിനുള്ള നിരക്കുകളും ഇപ്പോൾ ഉയർന്നതാണ്. അതിനാൽ കപ്പലുടമകൾ പഴഞ്ചൻ കപ്പലുകൾ പൊളിക്കാതിരിക്കുന്നതും പതിവാണ്. ഇവയുടെ അറ്റകുറ്റപ്പണി യഥാസമയം നടത്തുന്നതിലും വീഴ്ചയുണ്ടെന്നാണ് അറിയുന്നത്. കൊച്ചിയിൽ മുങ്ങിയ കപ്പലിൻ്റെ ഫിറ്റ്നസ് സംബന്ധിച്ചും ആശങ്കയുയരുന്നുണ്ട്. കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ് മെർക്കന്റൈൻ മറൈൻ വകുപ്പ് ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പാക്കിയിരുന്നില്ല. 26 ഡിഗ്രി മാത്രം ചൊരിഞ്ഞ ഒരു കപ്പൽ 12 മണിക്കൂറിനകം മുങ്ങിയതും അസാധാരണമാണ്. 15 മീറ്റർ വരെ തിര ഉയരുന്ന മെഡിറ്ററേനിയൻ കടലിൽ പോലും സുരക്ഷിതമായിരിക്കുന്ന തരത്തിലാണ് സാധാരണഗതിയിൽ കപ്പലുകൾ നിർമ്മിക്കാറുള്ളത്. ആഫ്രിക്കയിലെ ഉൾക്കടലിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള രാസമാലിന്യങ്ങളുമായി എത്തുന്ന കപ്പലുകൾ മനഃപൂർവ്വം മുക്കുന്നതും കത്തിക്കുന്നതും പതിവാണ്. കപ്പൽ മുങ്ങുന്നതിൽ ക്രിമിനൽ കേസെടുക്കുന്നത് വേണ്ടെന്ന് വെച്ചതോടെ ഇത്തരം സംഭവങ്ങൾ കേരള തീരത്തും ആവർത്തിക്കാൻ ഇടയുണ്ട്.